നമസ്കാരം. ലീഗൽ തോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിവിൽ പ്രൊസീജിയർ കോഡിലെ ഓർഡർ 6 റൂൾ 17 എന്താണെന്ന് നോക്കാം. ഓർഡർ 6 റൂൾ 17 എന്ന് പറയുന്നത് അമെൻമെൻറ്റ് ഓഫ് പ്ലീഡിങ്സ് ആണ്. ആ സെക്ഷൻ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, ദ കോർട്ട് മേ അറ്റ് എനി സ്റ്റേജ് ഓഫ് ദ പ്രൊസീഡിംഗ് അലൗ എയ്തർ പാർട്ടി ടു ആൾട്ടർ ഓർ അമെൻഡ് ഹിസ് പ്ലീഡിങ്സ് ഇൻ സച്ച് എ മാനർ ആൻഡ് ഓൺ സച്ച് ടേംസ് ആസ് മേ ബി ജസ്റ്റ്, and all such amendments shall be made as may be necessary for the purpose of determining the real questions in controversy between the parties. So the section, the ingredients are that at any stage of the proceedings the amendment can be made. any stage of the proceedings എന്ന് പറയുന്നതിൽ ഒരു പ്രൊവൈസോ വന്നിട്ടുണ്ട്. ആ പ്രൊവൈസോ പിന്നാലെ പറയാം. അതുപോലെ എയ്തർ പാർട്ടി ക്യാൻ മേക്ക് അമെൻമെൻറ്റ് ടു ഹിസ് പ്ലീഡിങ്സ്. അയാളുടെ പ്ലീഡിങ്സിൽ മാത്രമേ അമെൻമെൻറ്റ് വരുത്തുവാൻ പാടുള്ളൂ. അപ്പോൾ ഈ പ്ലീഡിങ്സ് എന്ന് പറയുമ്പോൾ പ്ലീഡിങ്സ് ഇൻക്ലൂഡ്സ് പ്ലെയിൻറ്റ് ആൻഡ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. സോ ബോത്ത് ദ പ്ലെയിൻറ്റ് ആൻഡ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി അമെൻഡഡ്. അപ്പം വാദിക്കും അമെൻമെൻറ്റ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം, പ്രതിക്കും അമെൻമെൻറ്റ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് ഡിറ്റർമിനിങ് ദ റിയൽ ക്വസ്റ്റ്യൻ ഇൻ കോൺട്രവേഴ്സി ബിറ്റ്വീൻ ദ പാർട്ടീസ്. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റേജിലാണ് ഒരു അമെൻമെൻറ്റ് ഓർഡർ 6 റൂൾ 17 അനുസരിച്ച് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. നമ്മൾ ഈ ഓരോ സെക്ഷനിലും ഇൻഗ്രീഡിയൻസ് വ്യക്തമായി മനസ്സിലാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ആ ഇൻഗ്രീഡിയൻസ് നമ്മൾ വ്യക്തമായിട്ട് പ്ലീഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ആനുകൂല്യം, ആ സെക്ഷനിൽ പറയുന്ന ഒരു പെറ്റീഷൻ നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനാണ് സാധാരണ എല്ലാ പെറ്റീഷൻ്റെയും കൂടെ ഒരു സപ്പോർട്ടിംഗ് അഫിഡവിറ്റ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. ആ അഫിഡവിറ്റിലൂടെയാണ് നമ്മൾ പ്ലീഡിങ്സ് അഫേം ചെയ്യുന്നത്. ഇനി ഞാൻ മുമ്പ് സൂചിപ്പിച്ചുള്ള ഒരു പ്രൊവൈസോയുടെ കാര്യം പറഞ്ഞല്ലോ. ആ പ്രൊവൈസോ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, പ്രൊവൈഡഡ് ദാറ്റ് നോ ആപ്ലിക്കേഷൻ ഫോർ അമെൻമെൻറ്റ് ഷാൽ ബി അലൗഡ് ആഫ്റ്റർ ദി ട്രയൽ ഹാസ് കമൻസ്ഡ്. ട്രയൽ തുടങ്ങിയതിന് ശേഷം അമെൻമെൻറ്റ് അനുവദിക്കില്ല. പക്ഷേ എപ്പോഴാണ്? അൺലെസ് ദ കോർട്ട് കംസ് ടു ദ കൺക്ലൂഷൻ ദാറ്റ് ഇൻ സ്പൈറ്റ് ഓഫ് ഡ്യൂ ഡിലിജൻസ് ദ പാർട്ടി കുഡ് നോട്ട് ഹാവ് റൈസ്ഡ് ദ മാറ്റർ ബിഫോർ ദി കമൻസ്മെൻറ്റ് ഓഫ് ദ ട്രയൽ. ഈ ട്രയലിന് മുൻപ് വളരെ വിജിലൻ്റ് ആയിട്ടിരുന്ന കക്ഷിയായിരുന്നെങ്കിൽ കൂടി ആ ഒരു അമെൻമെൻറ്റിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സംഗതിയെക്കുറിച്ച് അയാൾക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല, ന്യായമായും അയാൾക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ട്രയലിന് ശേഷവും ഏതെങ്കിലും ഒരു ഹിഡൻ ഫാക്റ്റാണ്, ആ ഹിഡൻ ഫാക്റ്റ് ഒരുപക്ഷെ ഒരു ട്രയലിൻ്റെ സമയത്തായിരിക്കണം അത് റിവീൽ ചെയ്യപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ അതിന് ആനുപാതികമായിട്ട് പ്ലീഡിങ്സിൽ ഒരു അമെൻമെൻറ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാം? ട്രയലിന് ശേഷവും അമെൻമെൻറ്റ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. ഇനി ഒരു അമെൻമെൻറ്റ് അനുവദിച്ചു എന്നിരിക്കട്ടെ. അമെൻമെൻറ്റ് അനുവദിക്കുകയാണെങ്കിൽ there should be a specific time for carrying out the amendment. carrying out എന്ന് പറഞ്ഞാൽ ആ അമെൻമെൻറ്റ് എഴുതി ചേർക്കുക. ആ അമെൻമെൻറ്റ് എഴുതി ചേർക്കുന്നതിന് സാധാരണഗതിയിൽ കോടതി ഒരു സമയം നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ 14 ദിവസത്തിനകമാണ്, വിത്തിൻ 14 days ഹാസ് അമെൻമെൻറ്റ് ദാറ്റ് ഹാസ് ടു ബി ക്യാരിഡ് ഔട്ട്. ആ അമെൻമെൻറ്റ് എഴുതി ചേർക്കണം. സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ ചെയ്യണം. അങ്ങനെ സമയം നിശ്ചയിച്ചിരിക്കുകയോ 14 ദിവസത്തിനകം അമെൻമെൻറ്റ് ക്യാരി ഔട്ട് ചെയ്യുകയോ ചെയ്താൽ കോടതി ഒരു എക്സ്റ്റൻഷൻ അനുവദിച്ചില്ല എങ്കിൽ പിന്നെ അമെൻമെൻറ്റ് നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ സാധിക്കില്ല. അവിടെയാണ് ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ സെക്ഷൻ 148 എൻലാർജ്മെൻറ്റ് ഓഫ് ടൈമിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സമയം കഴിഞ്ഞു പോകുന്ന കേസുകളിൽ എൻലാർജ്മെൻറ്റ് ഓഫ് ടൈമിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് സമയം നീട്ടി മേടിക്കുവാനുള്ള പ്രൊവിഷനുണ്ട്. അങ്ങനെ ചെയ്ത് വേണമെങ്കിൽ അമെൻമെൻറ്റ് ക്യാരി ഔട്ട് ചെയ്യാം സമയം കഴിഞ്ഞു പോയ സംഗതികളിൽ. ഇനിയും ഇതിനെ സംബന്ധിച്ച് ധാരാളം റൂളിങ് റിപ്പോർട്ട് ചെയ്തു വന്നിട്ടുണ്ട്. ആദ്യകാലം മുതൽ തന്നെ അമെൻമെൻറ്റുകളെക്കുറിച്ചുള്ള ധാരാളം റൂളിങ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഞാനിവിടെ ഒരു 2024 റിപ്പോർട്ട് ചെയ്തു വന്ന ഒരു റൂളിംഗ് ഉണ്ട്. 2024 KHC 305 റിപ്പോർട്ട് ചെയ്തു വന്ന പാർട്ടീസ് എന്ന് പറയുന്നത് ബെഞ്ചീന PJ വേഴ്സസ് CP പാപ്പച്ചൻ. ഈ കേസിൽ 2009 സുപ്രീം കോർട്ടിൻ്റെ ഒരു റൂളിങ്ങും കോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു 6 സന്ദർഭങ്ങൾ അമെൻമെൻറ്റിനെ സംബന്ധിച്ച് പറഞ്ഞു. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ എന്ന് പറയുന്നത് ഫോർ എ പ്രോപ്പർ ആൻഡ് ഇഫക്റ്റീവ് അഡ്ജുഡിക്കേഷൻ ഓഫ് ദ കേസ്. രണ്ടാമത്തത് അമെൻമെൻറ്റ് ഈസ് ബോണാഫൈഡ് ഓർ മാലാഫൈഡ്. മൂന്നാമത്തത് ദ അമെൻമെൻറ്റ് ഷുഡ് നോട്ട് കോസ് സച്ച് പ്രജഡീസ് ടു ദി അതർ സൈഡ് വിച്ച് കനോട്ട് ബി കോമ്പൻസേറ്റഡ് ആഡിക്വേറ്റ്ലി ഇൻ ടേംസ് ഓഫ് മണി. അടുത്തത് റെഫ്യൂസിങ് അമെൻമെൻറ്റ്
would in fact lead to injustice or lead to multiple litigation. അടുത്തത് whether the proposed amendment constitutionally or fundamentally changes the nature and the character of the case. അടുത്തത് as a general rule the court should decline amendments if a fresh suit on the amendment claims would be barred by limitation on the date of the application. അതായത് നമ്മൾ അമെൻമെൻറ്റ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് റൈസ് ചെയ്യുന്ന ഒരു ക്ലെയിം ആ അമെൻമെൻറ്റ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്ന ഡേറ്റിൽ ലിമിറ്റേഷൻ മൂലം ബാർഡ് ആവാൻ സാധ്യതയില്ല. അതായത് ആൻ അമെൻമെൻറ്റ് ആൾവേസ് റിലേറ്റ്സ് ബാക്ക് ടു ദ ഡേറ്റ് ഓഫ് ദ സ്യൂട്ടാണ്. അപ്പം ഒരു അമെൻമെൻറ്റ് ഇടുന്ന സമയത്ത് ആ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് ഒരു ലിമിറ്റേഷൻ മൂലം ബാറായ ഒരു റിലീഫ് നമ്മൾ അമെൻമെൻറ്റിലൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ അതിനൊരു പുതുജീവൻ വയ്ക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ അമെൻമെൻറ്റ് ഫയൽ ചെയ്യുന്ന സമയം ആ റിലീഫ് ബാർഡ് ബൈ ലിമിറ്റേഷൻ ആയിരിക്കുന്നത്. അപ്പം ഇത്രയും സംഗതിയാണ് അമെൻമെൻറ്റിനെ സംബന്ധിച്ച് ഓർഡർ 6 റൂൾ 17 കുറിച്ച് പറയാനുള്ളത്. ഇനി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. നന്ദി, നമസ്കാരം.